എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് സിമോൺ വെയിൽ. സിമോൺ വെയിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽപ്പെടും. എല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരും തന്നെ സിമോൺ വെയിലിനെ കോട്ട് ചെയ്യുന്നവരാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കാർലോസ് ഫ്യൂന്തസിനെ വായിക്കുമ്പോഴും അദ്ദേഹവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയായിട്ട് കാണുന്നത് സിമോൺ വെയിലിനെയാണ്. മാർഗരറ്റ് ഹാറ്റ്‌വുഡ്, ആൽബർട്ട് ക്യാമ്പ്യൂ, ഇവരെല്ലാവരും തന്നെ സിമോൺ വെയിലിനോടുള്ള പ്രതിപത്തി വെച്ച് പുലർത്തുന്നവരാണ്. സിമോൺ വെയിൽ ഒരു അപാര ചിന്തകയാണ്. അവളൊരു ഗണിതശാസ്ത്രജ്ഞയായിരുന്നു, ആക്ടിവിസ്റ്റായിരുന്നു, അങ്ങനെ പല മേഖലകളിൽ തിളങ്ങിയ ഒരാളാണ് സിമോൺ വെയിൽ. സിമോൺ വെയിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം സ്നേഹത്തെയും സ്നേഹത്തിലേക്കുള്ള മാർഗങ്ങളും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നാണ് സിമോൺ വെയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമോൺ വെയിലോട് ചോദിക്കാൻ പറ്റും, ദൈവം എന്നുള്ളത് വാസ്തവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമോൺ വെയിലിൻ്റെ മറുപടി മൈ ലവ് ഈസ് നോട്ട് ഇമാജിനറി എന്നാണ് പറയുന്നത്. എൻ്റെ സ്നേഹം സാങ്കല്പികമല്ലെന്ന് സിമോൺ വെയിൽ പറയും. സ്നേഹം ഒരിക്കലും സാങ്കല്പികമല്ല എന്ന രീതിയിലാണ് സിമോൺ വെയിൽ തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും തന്നെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് സിമോൺ വെയിൽ പറയുന്നുണ്ട്. ഞാൻ സിമോൺ വെയിലിനെ കുറിച്ച് കുറച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ചിന്തയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചത് ഒരു ഒരു ഒഡീസി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീക്ക് കാവ്യമാണ് ഒഡീസി. ഹോമറിൻ്റെ പ്രധാനപ്പെട്ട മഹത്തായ കാവ്യമാണ് ഒഡീസി എന്നുള്ളത്. യുളീസസിൻ്റെ യാത്രയെക്കുറിച്ചാണത് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്ന ആ കാവ്യങ്ങൾ എന്താണ്, നമ്മളിപ്പോൾ മഹാഭാരതം, രാമായണം എന്ന നമ്മുടെ മഹാകാവ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ചലനമാണ്. ഇത് നമ്മുടെ ഈ മഹാഭാരതമൊക്കെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് സംഭവിക്കുമ്പോഴത്തേക്കും നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നൊരു സംഭവം. ഒഡീസി എന്ന് പറഞ്ഞാൽ തന്നെ നീണ്ട യാത്ര എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോഴത്തേക്ക് ഈ ഒരു 10 വർഷം നീണ്ട യാത്ര എടുത്തുകൊണ്ട് ഗ്രീക്കിലെ പ്രധാനപ്പെട്ട നായകന്മാർ, ഹീറോസ് എല്ലാവരും ചേർന്ന് എത്തിച്ചേരുന്നു. ഒരു ട്രോയ് എന്ന നഗരത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു യുദ്ധം നടത്തുന്നു. ഇവരെല്ലാവരും തന്നെ മരണപ്പെടുന്നു. പിന്നെ അതിനുശേഷം യുളീസസിൻ്റെ തിരിച്ചുള്ള 10 വർഷം നീണ്ട യാത്ര. ഇതാണ് കഥാതന്തു. ഈ ഹീറോസൊക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ അവരോടൊപ്പം അവരുടെ ദേവന്മാർ സഞ്ചാരം തുടങ്ങും. അതാണ് ഈ ചലനമായിട്ടുള്ളവരാണ്, ചലനത്തിൽപ്പെട്ടു പോകുന്ന സംഭവങ്ങളാണ്. അത് സമയം പോലും ഈ ചലനത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു മഹാകാവ്യങ്ങളാണ് ഈ ഒഡീസി എന്ന്. അതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ചലനമാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഒഡീസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട യാത്ര എന്നതിന് അർത്ഥം. യുളീസ് എന്ന് പറയുന്ന നായകൻ, അദ്ദേഹം തിരിച്ച് യാത്ര നടത്തുകയാണ്. ആ സമയത്തും ദേവന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കും. യുളീസോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാം, നിനക്ക് അമരത്വം ലഭിക്കും, ദേവനായിട്ട് മാറാം, അല്ലെങ്കിൽ നിന്റെ ജന്മനാട്ടിലേക്ക് ഇതാക്ക എന്ന് പറയുന്ന ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ ഓർത്തുകൊള്ളുക, മരണം നിന്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. യുളീസസ് തൻ്റെ പിതാമഹന്മാരുടെ മണ്ണിൽ തലചായ്ച്ചുറങ്ങാനായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അമരത്വവും ദേവത്വവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന കഥയാണ്. 10 വർഷം നീണ്ട യാത്ര തന്നെ. ഈ യാത്രയും 10 വർഷം നീണ്ടുപോകും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ യുളീസസ് തിരിച്ച് തൻ്റെ നാട്ടിലെത്തുന്നു. ഇതാക്ക എന്ന് പറയുന്നത് തൻ്റെ ജന്മഗേഹത്തെത്തുന്നു. എന്താണ് യുളീസസിനെ തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയം തന്നെയാണ്. അദ്ദേഹത്തിന് കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്, പെനലോപ്പ് എന്നാണ് അവളുടെ പേര്. മകനുണ്ട്, തെലമാക്കുസ്. പെനലോപ്പ് കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും പെനലോപ്പിന് ചുറ്റും കാമുകന്മാർ കൂടും. അവരെല്ലാവരും സുന്ദരിയായ പെനലോപ്പിനെ വിവാഹം കഴിക്കാനായിട്ട് നിറയെ കാമുകന്മാർ വന്നുകൂടിയാണ്. ഇവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെനലോപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവളൊരു വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എപ്പോഴാണോ ഈ തുന്നൽ നിർത്തുന്നത്, പൂർണ്ണമാകുന്നത്, അന്ന് നിങ്ങളിൽ ഒരാളെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയും. അങ്ങനെ ഈ സ്വീറ്റേഴ്സ് എല്ലാം കാത്തിരിക്കുമ്പോഴത്തേക്കും പക്ഷേ രാത്രിയാകുമ്പോൾ അവൾ എന്ത് ചെയ്യും, ഈ അവൾ കെട്ടിയതെല്ലാം അഴിച്ചു കളയും, വീണ്ടും തുന്നാൻ തുടങ്ങും. അങ്ങനെ തുന്നലഴിക്കുകയും ചെയ്തുകൊണ്ട് പെനലോപ്പിൻ്റെ നീണ്ട കാത്തിരിപ്പിലേക്കാണ് യുളീസസ് വന്നു ചേരുന്നത് എന്നുള്ളതാണ്. പക്ഷേ യുളീസസ് തൻ്റെ നഗരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും യുളീസസ് എന്ത് ചെയ്യും, അദ്ദേഹം ഒരു ബെഗ്ഗറായിട്ട്, ഒരു യാചകനായിട്ട് വേഷം മാറും. അദ്ദേഹത്തിന് വീണ്ടും പരീക്ഷിക്കണം. നിറയെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് എത്തുന്ന യുളീസസിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം പരീക്ഷിക്കാനായിട്ടാണ്. അദ്ദേഹം തൻ്റെ നഗരത്തിലെത്തും കഴിയുമ്പോഴത്തേക്ക് വിചാരിക്കും, ആരെങ്കിലും അദ്ദേഹത്തെ തിരിച്ചറിയുമോ, ഒരു ബെഗ്ഗറായിട്ട്, ഒരു യാചകനായിട്ട് തൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആരെങ്കിലും തിരിച്ചറിയുമോ എന്നുള്ള ഒരു കൗതുകം അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തുന്നു. അദ്ദേഹം അവരെല്ലാവരും അവരുടെ കാവ്യങ്ങൾ അവരെല്ലാവരും പറയുന്നത് ഈ ട്രോജൻ വാറിനെ കുറിച്ചും അതിൻ്റെ കഥകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് തന്നെ.
അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്കും ആരും തിരിച്ചറിയുന്നില്ല. അദ്ദേഹം പെനലോപ്പിൻ്റെ മുമ്പിൽ വരും, പെനലോപ്പും തിരിച്ചറിയത്തില്ല. തെലമാക്കുസിൻ്റെ മുന്നിലെത്തും, തെലമാക്കുസും തിരിച്ചറിയത്തില്ല. പക്ഷേ വേറൊരാളുണ്ട്, വേറൊരു കഥാപാത്രമുണ്ട്, അവൻ തിരിച്ചറിയും. അവൻ മാത്രമാണ് യുലീസസിനെ തിരിച്ചറിയുന്നത്. യുലീസസിനെ കാണുമ്പോഴത്തേക്കും അവൻ ഓടിച്ചെന്ന് യുലീസസിനോടുള്ള തൻ്റെ എല്ലാ സ്നേഹവും പ്രകടിപ്പിച്ചിട്ട് അവനെ തലോടിയും അവന് ഉമ്മയൊക്കെ എല്ലാം ചെയ്തിട്ട് അവൻ്റെ കാൽക്കൽ അത് മരിച്ചു വീഴുമെന്നുള്ളതാണ്. അതവൻ്റെ വളർത്തുനായായിരുന്നു. ആർഗോസ് എന്നാണ് ആ നായയുടെ പേര്. ആർഗോസ് മാത്രമാണ് യുലീസസിനെ തിരിച്ചറിയുന്നത്. വാസ്തവത്തിൽ പെനലോപ്പിനേക്കാൾ ഉപരിയായിട്ട് യുലീസസിൻ്റെ വരവിനെ കാത്തിരുന്നത് ആർഗോസ് മാത്രമാണ്. അവനാണ് ഓടിച്ചെന്ന് തിരിച്ചറിഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ മുഴുവൻ സ്നേഹം പഠിപ്പിച്ചിട്ട് കാൽക്കൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും തൻ്റെ മാസ്റ്ററിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിച്ചത് ആർഗോസ് മാത്രമാണെന്നാണ് നമ്മൾ ഹോമർ പഠിപ്പിക്കുന്ന കാര്യം എന്നുള്ളത്. ഈ കഥയ്ക്കൊരു പുനരാവർത്തനം എന്ന നിലയിൽ ഞാനിത് എവിടെയോ പറഞ്ഞിട്ട് ഞാൻ പറയുകയുണ്ടായി, ഗോഡ് ലവ്സ് us ലൈക്ക് എ ഡോഗ്. ദൈവം മാത്രമായിരിക്കും ഒരു നായയെ പോലെ മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നായ എന്ന് പറയത്തില്ല, ഞങ്ങൾ പട്ടി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോഴിക്കോട് താമസമാക്കിയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ നായ എന്നേ പറയത്തുള്ളൂ, ഒരിക്കലും പട്ടി എന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ അവിടെയൊക്കെ വഴക്ക് പറയുമ്പോഴത്തേക്കും നായിൻ്റെ മോനെ എന്നൊരു വിളി വരും. ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഈ പട്ടിയുടെ മോനെ, കാര്യം അതൊരു പ്രാസം ശരിയാകത്തില്ലല്ലോ. ഒരാൾ അങ്ങനെ വിളിക്കാനായിട്ട് പ്രാസം ചെയ്തത്, പക്ഷെ നായയായിട്ട് ചേർന്ന് പ്രാസം ഒപ്പിച്ചു പോകും എന്നുള്ളതാണ് ഞാൻ കോഴിക്കോട് എന്നിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഈ നായ എന്ന് പറഞ്ഞ്, ഞങ്ങൾ ഈ പട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ല അത് അടുത്ത് വന്നാലും. പക്ഷേ ഇവർക്ക് നായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വാസത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അവർ നായ എന്നേ പറയത്തുള്ളൂ. നല്ലൊരു പേരാണ്. ശുനകൻ എന്നുള്ളതും നല്ലൊരു പേരാണ്. ഈ നായയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് നിക്കോസ് കസൻസാക്കിസ് പറയുന്നതാണ്. കസൻസാക്കിസ് പറയുന്നുണ്ട്, ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ട എല്ലും കഷ്ണം പോലെയാണ്. ചില നായകൾ അത് കടിച്ചു കീറി തിന്നും, മറ്റ് ചില നായകളുണ്ട് അവരത് തിന്നത്തില്ല, അത് കടിച്ചു കീറത്തില്ല. അവർ ചോദിക്കും, എൻ്റെ മുമ്പിലേക്ക് ആരാണ് ഇത് എറിഞ്ഞു തന്നതെന്ന്. അവനെ സംബന്ധിച്ച് ജീവിതം ആസ്വാദനമല്ല, ജീവിതം പീഡയാണെന്ന് നിക്കോസ് കസൻസാക്കിസ് പറയുന്നുണ്ട്. സന്യാസമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ കൊട്ടേഷൻ പറയും. ജീവിതം എന്നത് നായകളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ട എല്ലും കഷ്ണം പോലെയാണ്. ചില നായകൾ അത് കടിച്ചു കീറി തിന്നും, ചിലരന്വേഷിക്കും ഇതാരാണ് എൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ടത്. അവനെ സംബന്ധിച്ച് ജീവിതം ആസ്വാദനമല്ല, ജീവിതം പീഡയാണെന്ന് നിക്കോസ് കസൻസാക്കിസ് പറയുന്നുണ്ട്. ഗോദാർദിൻ്റെ ഒരു സിനിമയുണ്ട്, ഗുഡ് ബൈ ടു ലാംഗ്വേജ്. ഞാനത് ഫിലിം ഫെസ്റ്റിവലാണ് കണ്ടത്. ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് എഴുന്നേറ്റ് കൂവുന്നുണ്ടായിരുന്നു. കാര്യം അത്രയ്ക്ക് ബോറിംഗ് ആയിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയൊരു സിനിമ ആസ്വാദന അനുഭവമായിരുന്നു ഗുഡ് ബൈ ടു ലാംഗ്വേജ്. ഏകദേശം 10-25 എഴുത്തുകാരെ 10-25 സിനിമകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗോദാർദ് നടത്തുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണിത് ഗുഡ് ബൈ ടു ലാംഗ്വേജ്. ഈ ഗുഡ് ബൈ ടു ലാംഗ്വേജിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അദ്ദേഹത്തിന് വളർത്തുനായാണ്. അതിൻ്റെ പേര് റോക്സി എന്നാണ്. ഇതാണ് പലപ്പോഴും ഗോദാർദ് ശ്രമിക്കുന്ന ഒരു കാര്യം, ഒരു മൃഗത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാനുള്ള ഒരു ശ്രമം ഗോദാർദ് നടത്തുന്നുണ്ട്. അതൊരു 3D മൂവിയായിട്ടാണ് അദ്ദേഹം എടുത്തത്. പക്ഷെ 3D ഇതൊന്നും നമുക്ക് തരത്തില്ല, 3D ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബ്ലറിങ് ആയിട്ടാണ് ഈ സിനിമ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ. ഗോദാർദ് ഒരു ഭയങ്കര എക്സ്പെരിമെൻ്റ് നടത്തിയ അത് വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ് ദ ഗുഡ് ബൈ ടു ലാംഗ്വേജ് എന്നുള്ള ആ സിനിമ. ആ സിനിമയിലെ കഥാപാത്രം റോക്സിയാണ്, അദ്ദേഹത്തിൻ്റെ വളർത്തുനായാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇതിൻ്റെ ഷോട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം തൻ്റെ വളർത്തുനായുടെ കാഴ്ചപ്പാടിൽ കൂടെ അദ്ദേഹം കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്, എഴുതി കാണിക്കുന്നത്, ദ ഡോഗ് ഈസ് ദ ഓൺലി ആനിമൽ ദാറ്റ് ക്യാൻ ലവ് us in spite of itself എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ തന്നെ മറന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു മൃഗം നായയാണെന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വളരെ ആയിട്ട് എനിക്ക് വളർത്തുനായകൾ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റിൽ അതൊരു നായയെപ്പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിക്കുന്നത്. ലവ് ഈസ് നോട്ട് ഇമാജിനറി. അത് അറിയാവുന്നത് ഒരു പക്ഷേ നായക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ അല്ലേ ദൈവത്തെപ്പോലെ. അതുകൊണ്ടാണ് ദ ഹണ്ടർ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു കാവ്യമൊക്കെ ഉണ്ട്. മനുഷ്യൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് സ്നേഹിക്കുന്ന ഒരു നായയായിട്ടാണ് അദ്ദേഹവും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചിത്രീകരിക്കുന്നത്. ഗോഡ് ലവ്സ് us ലൈക്ക് എ ഡോഗ്.